നമസ്കാരം. മലയാള വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ തിരക്കൊഴിവാക്കുന്നതിനായി ഓൺലൈൻ വഴി ഒപി ടിക്കറ്റും അപ്പോയിന്റ്മെന്റും എടുക്കാവുന്ന ഇ ഹെൽത്ത് സംവിധാനം നിലവിൽ വന്നു. ഗവൺമെന്റ് മാനവേദൻ സ്കൂളിൽ +1 വിദ്യാർത്ഥികളെ മർദ്ദിച്ച സംഭവത്തിൽ 15 +2 വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് കേസെടുത്തു. മർദ്ദനമേറ്റ 8ഓളം +1 വിദ്യാർത്ഥികൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് നടപടി. പോക്സോ കേസിൽ ജയിലിൽ കഴിയുന്ന മോട്ടിവേഷണൽ സ്പീക്കർ ഫിലിപ്പ് മമ്പാടിനെതിരെ റിമാൻഡ് റിപ്പോർട്ടിൽ ഗുരുതര പരാമർശങ്ങൾ. കരുതിക്കൂട്ടിയാണ് പെൺകുട്ടിയെ പ്രതി കൂട്ടിക്കൊണ്ടുപോയതെന്നും സംഭവത്തിന് പിന്നാലെ അതിജീവിതയുടെ കുടുംബവുമായി ഒത്തുതീർപ്പിന് ശ്രമിച്ചെന്നും റിമാൻഡ് റിപ്പോർട്ടിലുണ്ട്. മോട്ടിവേഷണൽ സ്പീക്കറും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ഫിലിപ്പ് മമ്പാട് പ്രതിയായ കേസിന്റെ അന്വേഷണ ചുമതല നിലമ്പൂർ ഡിവൈഎസ്പിക്ക് കൈമാറി. നിലവിൽ നിലമ്പൂർ പോലീസ് ഇൻസ്പെക്ടർ BS ബിനുവാണ് അന്വേഷണം നടത്തിയിരുന്നത്. അതിരുവിടലുകളുടെ ലോകത്ത് ആത്മസംയമനത്തിന്റെ പ്രായോഗിക പാഠങ്ങളാണ് നോമ്പ് നൽകുന്നതെന്ന് PV അബ്ദുൽ വഹാബ് MP. നിലമ്പൂർ അമൽ കോളേജിൽ അമൽ റംദാൻ പ്രഭാഷണ പരമ്പര ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വാർത്തകൾ വിശദമായി. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ തിരക്കൊഴിവാക്കുന്നതിനായി ഓൺലൈൻ വഴി ഒപി ടിക്കറ്റും അപ്പോയിന്റ്മെന്റും എടുക്കാവുന്ന ഇ ഹെൽത്ത് സംവിധാനം നിലവിൽ വന്നു. 86 ലക്ഷം രൂപയുടെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത്. ഇതുവഴി രോഗികൾക്ക് വീട്ടിലിരുന്ന് തന്നെ അപ്പോയിന്റ്മെന്റ് എടുക്കുവാനും നിശ്ചിത സമയത്ത് ഡോക്ടറെ കാണുവാനും സാധിക്കും. ehealth.kerala.gov.in എന്ന പോർട്ടൽ വഴി ആധാർ നമ്പർ ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്ത് ഒപി ടിക്കറ്റ് ബുക്ക് ചെയ്യാം. സ്മാർട്ട് ഫോൺ വഴിയോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ ഈ സേവനം പ്രയോജനപ്പെടുത്താം. സംശയങ്ങൾക്ക് 104 1056 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം. ഗവൺമെന്റ് മാനവേദൻ സ്കൂളിൽ +1 വിദ്യാർത്ഥികളെ മർദ്ദിച്ച സംഭവത്തിൽ 15 +2 വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് കേസെടുത്തു. മർദ്ദനമേറ്റ 8ഓളം +1 വിദ്യാർത്ഥികൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നിലമ്പൂർ പോലീസ് നടപടി സ്വീകരിച്ചത്. സംഘം ചേരൽ, അടിപിടി തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ബുധനാഴ്ച ഉച്ചയോടെയാണ് സംഭവം നടന്നത്. +2 വിദ്യാർത്ഥികൾ +1 വിദ്യാർത്ഥികളെ മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. സംഭവത്തിൽ റാഗിംഗ് നിരോധന നിയമപ്രകാരമുള്ള വകുപ്പുകൾ ഉൾപ്പെടുത്തേണ്ടതുണ്ടോ എന്ന് വ്യക്തമാക്കുവാൻ ആവശ്യപ്പെട്ട് പോലീസ് സ്കൂൾ പ്രിൻസിപ്പലിന് കത്ത് നൽകിയിട്ടുണ്ട്. സ്കൂളിലെ ആന്റി റാഗിംഗ് കമ്മിറ്റി എടുക്കുന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക. പോക്സോ കേസിൽ ജയിലിൽ കഴിയുന്ന മോട്ടിവേഷണൽ സ്പീക്കർ ഫിലിപ്പ് മമ്പാടിനെതിരെ റിമാൻഡ് റിപ്പോർട്ടിൽ ഗുരുതര പരാമർശങ്ങൾ. കരുതിക്കൂട്ടിയാണ് പെൺകുട്ടിയെ പ്രതി കൂട്ടിക്കൊണ്ടുപോയതെന്നും സംഭവത്തിന് പിന്നാലെ അതിജീവിതയുടെ കുടുംബവുമായി ഒത്തുതീർപ്പിന് ശ്രമിച്ചെന്നും റിമാൻഡ് റിപ്പോർട്ടിലുണ്ട്. 16-കാരിയെ കാഞ്ഞങ്ങാട് കൊണ്ടുപോയി ലൈംഗിക അതിക്രമം നടത്തിയെന്നാണ് കേസ്. കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. സ്കൂളിൽ നടന്ന കൌൺസിലിംഗിലാണ് പീഡന വിവരം പുറത്തറിഞ്ഞത്. കോഴിക്കോട് ചേവായൂർ പോലീസിൽ നൽകിയ പരാതി പിന്നീട് നിലമ്പൂർ പോലീസിന് കൈമാറുകയായിരുന്നു. തുടർന്ന് ഈ മാസം 13-ന് മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്ന ഫിലിപ്പ് മമ്പാടിനെ നിലമ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഈ കേസിന്റെ അന്വേഷണമാണ് ഇപ്പോൾ നിലമ്പൂർ ഡിവൈഎസ്പി KV ലതീഷിന് കൈമാറിയിരിക്കുന്നത്. മോട്ടിവേഷണൽ സ്പീക്കറും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ഫിലിപ്പ് മമ്പാട് പ്രതിയായ കേസിന്റെ അന്വേഷണ ചുമതല നിലമ്പൂർ ഡിവൈഎസ്പിക്ക് കൈമാറി. നിലവിൽ നിലമ്പൂർ പോലീസ് ഇൻസ്പെക്ടർ BS ബിനുവാണ് അന്വേഷണം നടത്തിയിരുന്നത്. മാനസിക വെല്ലുവിളി നേരിടുന്ന 16-കാരിയെ പീഡിപ്പിച്ചെന്ന പരാതിയിലാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും മുൻ പോലീസുകാരനുമായ ഫിലിപ്പ് മമ്പാട് അറസ്റ്റിലായത്. പ്രതിയുടെ റിമാൻഡ് റിപ്പോർട്ടിലാണ് ഗുരുതര പരാമർശങ്ങൾ. കാഞ്ഞങ്ങാട്ടെ ഹോട്ടലിൽ ഫിലിപ്പ് റൂം എടുത്തത് സർവീസിലുള്ളപ്പോൾ ഉപയോഗിച്ചിരുന്ന പോലീസ് ID കാണിച്ചാണെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. പെൺകുട്ടിയെ ഉപദ്രവിക്കണമെന്ന് കരുതിക്കൂട്ടി തന്നെയാണ് കൊണ്ടുപോയത്. സംഭവം പെൺകുട്ടിയുടെ വീട്ടുകാർ അറിഞ്ഞതോടെ ഒത്തുതീർപ്പിനും ശ്രമിച്ചു. സമൂഹത്തിൽ സ്വാധീനമുള്ള പ്രതി മനഃപൂർവ്വം ചെയ്ത ഗുരുതര കുറ്റകൃത്യമാണെന്നും ജാമ്യം നൽകിയാൽ നിയമവ്യവസ്ഥയെ സമൂഹം സംശയത്തോടെ നോക്കുമെന്നും റിമാൻഡ് റിപ്പോർട്ടിലുണ്ട്. പ്രതി സാക്ഷികളെ സ്വാധീനിക്കുവാനും വിദേശത്തേക്ക് കടക്കുവാനും ഒക്കെ സാധ്യതയുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി.
ഗ്രേഡ് SI ആയിരിക്കെയാണ് ഫിലിപ്പ് സ്വയം വിരമിച്ചത്. പിന്നാലെ മോട്ടിവേഷണൽ സ്പീക്കർ എന്ന കരിയർ തെരഞ്ഞെടുക്കുകയായിരുന്നു. മാനസിക പ്രയാസമുള്ള കുട്ടിയുടെ ബന്ധുക്കൾ കൌൺസിലിംഗിന് ആശ്രയിച്ചിരുന്നത് ഫിലിപ്പിനായിരുന്നു. ഈ അടുപ്പം മുതലാക്കിയാണ് ഇയാൾ പെൺകുട്ടിയുടെ വിശ്വാസ്യത നേടിയത്. പിന്നാലെ പെൺകുട്ടിയെ സ്വന്തം വീട്ടിലും താമസിപ്പിച്ചു. അതിനിടെയാണ് രക്ഷിതാക്കളുടെ സമ്മതം പോലുമില്ലാതെ കാഞ്ഞങ്ങാട്ടേക്ക് കൊണ്ടുപോയത്. 2025 സെപ്റ്റംബറിലായിരുന്നു കേസിനാസ്പദമായ സംഭവം. സ്കൂളിലെ കൌൺസിലിംഗിനിടെയാണ് പെൺകുട്ടി താൻ നേരിട്ട ദുരനുഭവം വ്യക്തമാക്കിയത്. പിന്നാലെ ഫെബ്രുവരി 13 ഫിലിപ്പിനെ നിലമ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. അതിരുവിടലുകളുടെ ലോകത്ത് ആത്മസംയമനത്തിന്റെ പ്രായോഗിക പാഠങ്ങളാണ് നോമ്പ് നൽകുന്നതെന്ന് PV അബ്ദുൽ വഹാബ് MP. നിലമ്പൂർ അമൽ കോളേജിൽ അമൽ റംദാൻ പ്രഭാഷണ പരമ്പര ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ബിഷപ്പിന്റെ വികാരം എല്ലാവരെയും ഒരുപോലെ അനുഭവിപ്പിക്കുന്ന നോമ്പ് മാനവ സമത്വത്തിന്റെ ഉദാഹരണമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അമൽ സാംസ്കാരിക പഠന കേന്ദ്രം അറബിക് വിഭാഗം, സ്റ്റാഫ് ക്ലബ്, യൂണിയൻ, മൈലാടി മഹല്ല് കമ്മിറ്റി എന്നിവ ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത്. വാർഡ് മെമ്പർ ബഷീർ കാട്ടുമുണ്ട ക്വിസ് മത്സരവും മഹല്ല് ഖത്തീബ് മുഹമ്മദ് മാസ്റ്റർ തഫ്സീർ സമർപ്പണവും നിർവഹിച്ചു. അലി ഷാക്കിർ മുണ്ടേരി റമദാൻ സന്ദേശം നൽകി. ഡോക്ടർ CH അലി ജാഫർ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ KP മുഹമ്മദ് ബഷീർ, PM ഉസ്മാൻ അലി, നാലകത്ത് ബീരാൻകുട്ടി, ഡോക്ടർ ഷമീർ ബാബു, ഡോക്ടർ N ഷിഹാബുദ്ദീൻ, ഡോക്ടർ അബ്ബാസ് വട്ടോളി തുടങ്ങിയവർ സംസാരിച്ചു. വരും ദിവസങ്ങളിൽ വിദഗ്ധരുടെ ക്ലാസുകളും വിവിധ മത്സരങ്ങളും നടക്കും. നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 4 ദിവസങ്ങളിലായി 33ഓളം കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു. മുതിരി, തെക്കുംപാടം, മാങ്കുത്ത്, ഈയമ്മട, മുതുകാട്, പാത്തിപ്പാറ, ചാരംകുളം തുടങ്ങിയ ഡിവിഷനുകളിലാണ് കാട്ടുപന്നിയെ വെടിവെച്ച് കൊന്നത്. നഗരസഭയിലെ വിവിധയിടങ്ങളിൽ വ്യാപകമായി കാട്ടുപന്നികൾ കൃഷി നശിപ്പിക്കുന്നു എന്ന കർഷകരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ നഗരസഭ ഹെൽത്ത് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ഫോറസ്റ്റ് അനുമതിയുള്ള ഷൂട്ടറിന്റെ സഹായത്തോടെയാണ് പന്നികളെ വെടിവെച്ചു കൊന്നത്. കൊല്ലപ്പെട്ട പന്നികളുടെ ജഡം നടപടിക്രമങ്ങൾ പാലിച്ച് ഫോറസ്റ്റിന്റെ പനയങ്ങോട് വനത്തിൽ സംസ്കരിച്ചു. സ്ക്വാഡിന് നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ മൻസൂർ കാരാട്ടുചാലി നേതൃത്വം നൽകി. സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ സലീം, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ വിനോദ് K, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ബിന്ദു DV, ഷൂട്ടർ അഹമ്മദ് നിസാർ എന്നിവർ സ്ക്വാഡിൽ പങ്കെടുത്തു. സർക്കാർ ഉത്തരവുകൾ പ്രകാരം കൃഷിനാശം വരുത്തുന്ന ശല്യക്കാരായ കാട്ടുപന്നികളെ ഉന്മൂലനം ചെയ്യുന്ന പ്രവൃത്തി തുടരുന്നതാണ് എന്ന് നഗരസഭ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ്, സെക്രട്ടറി ഫിറോസ് ഖാൻ എന്നിവർ അറിയിച്ചു. ഗവൺമെന്റ് ഹൈസ്കൂൾ മരുതയും നാരോക്കാവ് ഹയർ സെക്കൻഡറി സ്കൂളും സംയുക്തമായി പരിശീലനം പൂർത്തിയാക്കിയ 88 കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് GHS മരുതയിലെ സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് സംഘടിപ്പിച്ചു. ചടങ്ങിലെ മുഖ്യാതിഥിയായി എത്തിച്ചേർന്ന് വഴിക്കടവ് പോലീസ് ഇൻസ്പെക്ടർ ധനഞ്ജയ ദാസ് VV കേഡറ്റുകളുടെ അഭിവാദ്യം സ്വീകരിച്ചു. നരേഗാവ് ഹയർ സെക്കൻഡറി സ്കൂളിലെ HM രാജേഷ് കുമാർ T കേഡറ്റുകൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പരിശീലന കാലയളവിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച കേഡറ്റുകൾക്കുള്ള പുരസ്കാരങ്ങൾ ചടങ്ങിൽ വിതരണം ചെയ്തു. GHS മരുതിയിലെ HM ഇൻചാർജ് ജുനൈസ് MT സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വഴിക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റ് റംലത്ത് നെയ്തക്കോടൻ, വാർഡ് മെമ്പർമാരായ റുബീന, പാത്തുമ ഇസ്മായിൽ എന്നിവർ ആശംസകൾ അറിയിച്ചു. വഴിക്കടവ് പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടറായ മുജീബ് P സുകേഷ്, ഗീത VS, പ്രസീത PC, PTA പ്രസിഡന്റുമാരായ സജീർ PT, സുൽഫിക്കർ M, CPOമാരായ മുസാഫർ ബാബു, ദിവ്യരാജ്, കൃഷ്ണേന്ദു PS, കവിത KS, കുഞ്ഞാലൻ എന്നിവർ പങ്കെടുത്തു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.